പറയുന്നു. എൻ്റെ മുമ്പിൽ ഒത്തിരി സമയമില്ല, എന്നാലും സമയപരിധിക്കകത്ത് 1-2 വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വേഗത്തിലെടുത്താട്ടെ കൊലോസ്യ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം എടുത്താട്ടെ. 1-ാം അധ്യായം നമുക്ക് ഏവർക്കും സുപരിചിതമായ വാക്യം 26 തൊട്ട് വായിച്ചാട്ടെ. 26 തൊട്ട്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മമായിരുന്നു. എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ ഇരിക്കുന്നു? നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഒന്നുകൂടെ പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയ്ക്കും, ആ കൊലോസ്യ സഭയ്ക്ക് മാത്രമല്ല, കൊലോസ്യ ലേഖനം എഴുതുന്നത് കൊലോസ്യ സഭയ്ക്ക് മാത്രമല്ല, കൊലോസ്യ സഭയുടെ ചുറ്റളവിലുള്ള ആ പ്രദേശത്തുള്ള സകല സഭയ്ക്കൂടെ കൂടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. കാര്യം പൗലോസിൻ്റെ കൂട്ടു സഹോദരനായ എപ്പഫ്രാസിനാൽ കൊലോസ്യ സഭ സ്ഥാപിതമായി. കൊലോസ്യ സഭ സ്ഥാപിതമായപ്പം നല്ല രീതിയിലാണ് സഭ പോയിക്കൊണ്ടിരുന്നത്. സ്വത്രം പറഞ്ഞേ, നല്ല രീതിയിൽ സഭ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടക്കാലത്ത് കയറി വന്ന 2 ദുരൂപദേശങ്ങൾ, ഒന്നുകൂടെ പറഞ്ഞാൽ ദൂതന്മാരെ ആരാധിക്കുന്ന രീതിയും നോട്ടിസം. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ പാപം നിറഞ്ഞ അല്ലെങ്കിൽ ജഡമാണ് തിന്മ നിറഞ്ഞ ജഡം, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഉത്ഭവമാണ് തിന്മ, അല്ലെങ്കിൽ തിന്മയ്ക്കകത്താണ് ജഡം ഇരിക്കുന്നത്. ഈ ജഡത്തിൻ്റെ അകത്ത് മനുഷ്യപുത്രൻ വെളിപ്പെടാൻ കഴിയത്തില്ല. അതൊന്ന് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നിട്ടുമില്ല, അവൻ മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല എന്നിങ്ങനെ നോട്ടിസംകാര്, അതാണ് ഈ നോട്ടിസം എന്ന് പറയുന്നത്. ഇങ്ങനെ 2 നിയമങ്ങൾ കൊലോസ്യ സഭയ്ക്കകത്ത് കയറുമ്പോൾ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് പൗലോസ് എഴുതുന്ന ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഒന്നുകൂടെ പറഞ്ഞാൽ അതുവരെ പൗലോസിന്റെ പറച്ചിൽ മുഴുവൻ ദൈവത്തെക്കുറിച്ച് അവൻ എഴുതിയത് മുഴുവൻ, ഒന്നുകൂടെ പറഞ്ഞാൽ ഒന്ന് വ്യക്തമാക്കി തരാൻ ഞാൻ ഒരു പദം പറയാം. ദൈവത്വം കൈപിടിക്കാതെ അല്ലെങ്കിൽ ദൈവത്വം മുറുകെ പിടിക്കാതെ ദാസത്വത്തെ പിടിച്ച കർത്താവ്. ഇത് പൗലോസിന്റെ ഫിലിപ്പിയ ലേഖനത്തിലെ പദമാണ്. പക്ഷേ പുതിയ നിയമത്തിൽ അവന്റെ മഹത്വത്തിനകത്ത് ദൈവം പൗലോസിനെ കയറ്റിയപ്പം ദൈവത്തിലൂടെ അവൻ എഴുതുക, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കയാ. ഹലോ, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസിന്റെ വാക്ക്, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ പദം ഇതാണ്. എന്തുവാ പറഞ്ഞേ? ദാസത്തെ മുറുകി പിടിച്ച ദാസനായ ക്രിസ്തു. മർക്കോസും ഇത് തന്നെയാ പറഞ്ഞേ. പക്ഷെ മർക്കോസിനും മത്തായിക്കും ആർക്കും പിടികിട്ടാത്തൊരു മർമ്മം പൗലോസിന് മഹത്വത്തിന്റെ പ്രത്യാശയായവൻ എന്റെ അകത്തുണ്ട്. അവൻ ഇന്ന് വെളിപ്പെട്ടാൽ ചില മഹത്വം എന്റെ ജീവിതത്തിൽ. ആ പദം പിടികിട്ടുന്നവർക്കായി ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുകയാ. കേട്ടേ, ഹല്ലേലൂയ. അവന്റെ ജനനം തൊട്ടേ മഹത്വം തുടങ്ങിയതാ. അതൊന്ന് പറഞ്ഞു വരാൻ കർത്താവിൽ ശരണപ്പെടുകയാ. യേശുവിന്റെ ജനനത്തോടനുബന്ധിച്ച് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വരിക. ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് മറിയോട് പറഞ്ഞു, മറിയേ, നിന്റെ ഉദരത്തിനകത്ത് ഒരു വിശുദ്ധ പ്രജ ഉളവാകാൻ പോകുകയാ. ആ പ്രജയുടെ പ്രത്യേകത, തന്റെ ദൈവജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം തെരഞ്ഞെടുത്തവൻ നിന്റെ ഉദരത്തിനകത്ത്. അതേ ദൂതൻ ദേവാലയത്തിനകത്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന
ഗബ്രിയേലിനോട് ചോദിച്ചു, ഗബ്രിയേലേ, നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ദൂതുകൾ പറഞ്ഞല്ലോ, പക്ഷേ ആമേൻ എലിസബത്തിന് ഇല്ലാത്തൊരു ദൂത് എന്തുകൊണ്ട് മറിയയ്ക്ക് കിട്ടി? ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. എലിസബത്തിന് കിട്ടാത്തത് എന്തുകൊണ്ട് മറിയയ്ക്ക് കിട്ടി? എലിസബത്തിനോട് പറഞ്ഞത് ദൈവത്തിന് എന്തൊരുക്കുന്നവൻ, വഴിയൊരുക്കുന്നവൻ അല്ലെങ്കിൽ പാതയൊരുക്കുന്നവൻ എന്നാ. പക്ഷെ മറിയോട് പറയുന്ന ദൂത് കേട്ടോണം. ആമേൻ, അവരുടെ പാപത്തിൽ നിന്ന് സ്വന്തം ജനത്തെ കൈപിടിച്ചു കയറ്റാൻ. ആ പദം പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാ. ഫറവോൻ കൊല്ലാൻ ഉത്തരവിട്ടപ്പം ആമേൻ ഇസ്രായേലുള്ള സകല തലമുറകളെ കൊന്ന് നൈൽ നദിയിൽ ഇട്ടേക്കണമെന്ന് പറഞ്ഞ ദൂത് അല്ലെങ്കിൽ ആ നിഗമനത്തെ ദൈവം പറഞ്ഞു. ആരാ പറഞ്ഞത്? ഈ ജനത്തെ കഷ്ടതയിൽ നിന്ന് പൊക്കാൻ ആമേൻ ലേവി കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു തലമുറയുണ്ട്. അവൻ അവന്റെ സ്വന്തം ജനത്തെ കൈപിടിച്ചു കയറ്റും. ഇത് സാധാ മനുഷ്യനാ, അവന്റെ പേരാ മോശ. പക്ഷെ മറിയോട് പറയുന്ന ദൂത് കേട്ടോണോ, ഒരു രക്ഷകൻ നിന്റെ അകത്തുണ്ടാകും, അവൻ വിശുദ്ധ പ്രജ. ഹല്ലേലൂയ. അവന്റെ ജനനം മഹത്വമാ. സ്തോത്രം പറ. വഴിയമ്പലത്തിൽ ആമേൻ സോറി ആമേൻ തങ്ങാൻ ഇടമില്ല. വഴിയമ്പലത്തിൽ പ്രസവിച്ചു. ആമേൻ ആമേൻ ശീലകൾ കൊണ്ട് അവനെ പൊതിഞ്ഞു കിട്ടി. ആമേൻ ആരും അറിയിച്ചില്ല വിദ്വാൻമാരെ വരത്താൻ. ആമേൻ ആരും അറിയില്ല. പക്ഷേ കിഴക്കൊരു നക്ഷത്രം, കിഴക്കൊരു നക്ഷത്രത്തിന്റെ പൊരുളി ഞാൻ പറയാം. ആദിയിൽ ദൈവം ഏദൻ നിർമ്മിച്ചത് എവിടെയാ? എവിടെയാ? കിഴക്കല്ലേ? ശരിയല്ല? കിഴക്കേദനിൽ ആദാമിനെ എന്ത് ചെയ്തു? കൊടുത്തു. കിഴക്കേദനിൽ ഇതാണ്, കിഴക്കേദനിലാണ് പാപങ്ങളുടെ തുടക്കം. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവം പറയുന്നു പാപങ്ങളുടെ തുടക്കം ഇന്നുകൊണ്ട് അവസാനിക്കുക. ഒരു മഹത്വകരമായ ജീവിതത്തിലേക്ക്, മഹത്വകരമായ അനുഭവത്തിലേക്ക് പുതിയ നിയമസഭ കയറാൻ ആമേൻ 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 മഹത്വമണിഞ്ഞൊരു രക്ഷകൻ ഇന്ന് രാമൻ പകലിൽ അത് തിരിച്ചറിയുന്നവർ കേട്ടെ. പഴയ നിയമസഭയുടെ വെളിപ്പാടെന്ന് പറയുന്നത് മനുഷ്യന്റെ അകത്ത് ആമേൻ മനുഷ്യനാൽ നിർമ്മിതമായ പെട്ടകത്തിന്റെ അകത്ത് ജസ്റ്റ് ഒരു പ്രസൻസ്. ഇത് പഴതലമുറക്കാരുടെയാ. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പോ പൗലോസ് പറഞ്ഞു അവർക്ക് പിടികിട്ടാത്തതൊന്ന് അവന്റെ മഹത്വത്തിൽ കയറിയപ്പോ എനിക്ക് പിടികിട്ടേ. കാര്യം മഹത്വത്തിന്റെ ഉറവിടം അവൻ എന്റെ അകത്താണ്. രാമേൻ പറയാമോ? ശക്തിയോടെ രാമേൻ പറ. നിങ്ങളുടെ ആമേന്റെ ശബ്ദം പോലെ എല്ലാരും ചേർന്ന് പറയണം ഹല്ലേലൂയ ഹല്ലേലൂയ. കേട്ടെ, ഇത്രയും പറഞ്ഞു നിൽക്കുക. എനിക്കൊരു പദം പറയാനുണ്ട്. മറിയയുടെ ഉദരത്തിൽ നിന്ന് യേശു പുറത്തു വന്നു. യേശു പുറത്തു വന്ന അടുത്ത സെക്കൻഡ് വിദ്വാൻമാര് നക്ഷത്രം കണ്ടു. എന്ത് കണ്ടു? നക്ഷത്രം കണ്ടു. നക്ഷത്രം കണ്ട് ആ വഴി പോയി. ആമേൻ. ആ രാജ്യം എന്ന് പറഞ്ഞാൽ ബെത്ലഹേം യഹൂദ രാജ്യത്തെത്തിയപ്പം ഹെരോദാവിന്റെ ഫ്രണ്ടിൽ വന്ന് അവർ ചോദിക്കുക യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. യഹൂദന്മാരുടെ രാജാവായി. ഒരു പദം ചോദിച്ചോട്ടെ, മറിയോട് ദൈവം പറഞ്ഞ എന്തുവാ? രക്ഷകൻ വരുമെന്നാ. പക്ഷെ വിദ്വാൻമാര് വന്ന് ചോദിച്ചത് എന്തുവാ? രാജാവ് എവിടെ പോയി എന്ന് പറഞ്ഞാൽ ജാതികളായ വിദ്വാൻമാർക്ക് പോലും പിടികിട്ടി യേശുവിന്റെ മഹത്വം. ഇവരുടെ നടത്തം സ്റ്റാദി സ്പിരിറ്റിലാ. സ്വതന്ത്രം പറ. ഇവര് നടക്കുന്നത് ജഡത്തിലാ, പിന്നകത്താ. പക്ഷേ എപ്പോഴവർ ബെത്ലഹേമിന്റെ അതിർത്തി കടന്നു ആ സെക്കൻഡ് ദൈവം പറഞ്ഞു ഇനി അവർ ജാതിയല്ല, ഇനി അവർ പിന്നയല്ല, പകരം ഇനി പെട്ടവർ ദൈവത്തിന്റെ ആമേൻ 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 ദൈവത്തിന് ആമേൻ ആമേൻ കാഴ്ചകൾ കൊണ്ടുവെക്കുന്നവരാ. യേശുവിന്റെ ഭവനത്തിൽ നിന്നൊരു
ഇൻവിറ്റേഷൻ വന്നില്ല, വിദ്വാൻമാർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയില്ല, ഒരു കോളിംഗ് കിട്ടിയില്ല. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞു, നോ, നിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടാൻ പോകുകയാ. ഈ പദം കേട്ടപ്പം ചോദിക്കുക, യഹൂദന്മാർ രാജാവായി, ഒരു രാജ്യവും രാജ്യത്തിന്റെ സകല ആൾക്കാരെയും ഭ്രമിപ്പിക്കത്തക്കവണ്ണ ചോദ്യം യെരുശലേമിന്റെ കോട്ടയുടെ മതിൽ പ്രതിധ്വനിച്ചപ്പം ദൈവം പറഞ്ഞു, ആമേൻ, കൊട്ടാരം വിട്ടിറങ്ങേണ്ട സമയമായി. ആമേൻ, നടക്കണം ബേത്ലഹേമിലേക്ക്. അവിടെയുണ്ട് നീ പറയുന്നയാള്. ഹല്ലേലൂയ, ആമേൻ. അവിടെയുണ്ട് നീ തിരയുന്നയാള്. ഇന്ന് ആമേൻ പകൽ വഴിതെറ്റി കയറിയതാണെങ്കിൽ വിശ്വസിക്കുന്നവരോട് പറയാം, ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? ഇന്ന് പകൽ കാന്തം ഇരുമ്പിനെ ആകർഷിക്കും പോലെ കർത്താവ് ചിലതിനെ ആകർഷിക്കാൻ പോകുകയാ. ചിലതിനെ ആകർഷിക്കുന്ന കർത്താവിന്റെ ആകർഷണ ശക്തി ആരാധിക്കാൻ ഇനി സമയമുണ്ട്. ആമേൻ, ആമേൻ. അടുത്ത അഭിഷേകം കയറുമ്പോൾ നിങ്ങളെ ശക്തമായി ആരാധിപ്പിച്ചോളൂ. എനിക്ക് ഒട്ടും സമയമില്ല, കേട്ടെ. ആമേൻ. ദൈവാത്മാവ് പറഞ്ഞു, ആമേൻ, മറിയയുടെ ഉദരത്തിൽ നിന്നുണ്ടായി യേശു വളരുകയാ. യേശു വളരുകയാ. യേശു വളർന്നു വലുതായി. ആമേൻ. 30 വർഷം അവൻ എവിടെയെന്ന് അറിയത്തില്ല. അതിന്റെ ഇടയ്ക്ക് 12 വയസ്സിൽ ദൈവം, ആമേൻ, വചനം പറയുന്നു, അവൻ വിദ്വാൻമാർക്കും സകല ന്യായശാസ്ത്രിമാർക്കും എന്ത് പറഞ്ഞു കൊടുത്തു? ജ്ഞാനം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് യേശുവിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്താ അറിവില്ലാത്തത്? പിതാവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ ഒരു കുറച്ച് കാലം ഒന്ന് വെയിറ്റ് ചെയ്യണം. യേശുവിൻ്റെ ക്ഷമശക്തി ഭയങ്കരമായിരുന്നു. യേശുവിൻ്റെ ക്ഷമശക്തി ഭയങ്കരമായിരുന്നു. ആമേൻ. ഇങ്ങനെ യേശുവിൻ്റെ ആമേൻ ജനനത്തിൽ ഇത് പഠിച്ചു വെച്ചോണം. ജനനത്തിൽ മഹത്വം. രാമൻ പറഞ്ഞേ, ജനനത്തിൽ മഹത്വം വെളിപ്പെട്ടു, വളർച്ചയിൽ മഹത്വം വെളിപ്പെട്ടു, ആദ്യത്തെ അത്ഭുതമായ കാനാവിൽ മഹത്വം വെളിപ്പെട്ടു. ആമേൻ. ഇങ്ങനെ രോഗികളുടെ ഇടയിൽ, ദുഃഖം അനുഭവിക്കുന്നവരുടെ ഇടയിൽ എല്ലാം മഹത്വം വെളിപ്പെട്ടു. അവസാനം അവനെ പറപ്പിച്ചു കൊന്ന ക്രൂശിൽ പോലും അവന്റെ മഹത്വം വെളിപ്പെട്ടപ്പോ കള്ളൻ ഇവിടെ കിട്ടി. ഇവന്റെ അടുത്ത് കിടക്കുന്നവൻ സാധാരണ, ഇവൻ അസാധാരണക്കാരന്. ക്രൂശി മഹത്വം വെളിപ്പെട്ടപ്പോ തൊട്ടപ്പുറം കിടക്കുന്ന കള്ളൻ ഇവിടെ കിട്ടി. അടുത്ത് കിടക്കുന്നവൻ വേറെ ലെവലാ. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ മേൽ മഹത്വം വെളിപ്പെട്ടാൽ അടുത്തിരിക്കുന്നവൻ തിരിച്ചറിയാൻ പാകത്തില് അത് വെളിപ്പെട